കണ്ടകശനി, ഏഴരശനി എന്നീ രണ്ട് തരം ദോഷങ്ങളാണ് ശനിദേവൻ പ്രധാനമായിട്ടും നമുക്ക് തരുന്നത്. ശനി വക്രഗതിയെ പ്രാപിക്കുമ്പോൾ കണ്ടകശനി ദോഷം തീരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനിച്ച കൂറിന്റെ 4, 7, 10 ഭാവങ്ങളിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ കണ്ടകശനി എന്ന് പറയുന്നത്. കണ്ടകശനി കാലത്തെ ദോഷപ്രദമായ കാലമായിട്ടാണ് നമ്മൾ പൊതുവെ കണക്കാക്കപ്പെടുന്നത്. കണ്ടകശനി മാത്രമല്ല, ഏഴരശനി. ആദ്യമേ നമുക്ക് കണ്ടകശനി കാലത്തെ നക്ഷത്രങ്ങളോ അവരുടെ ദോഷഫലങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. കണ്ടകശനി കാലത്ത് സാധാരണഗതിയിൽ അപകടങ്ങള്, തടസ്സങ്ങള്, ജോലി നഷ്ടം, ജോലി തടസ്സം, പണനഷ്ടം, അപവാദം ഇവയൊക്കെയാണ് സാമാന്യമായിട്ട് പറയുന്ന ഫലങ്ങൾ. ഏത് തൊഴിൽ ചെയ്താലും പണം മിച്ചമില്ലാത്ത അവസ്ഥയായിരിക്കും. കടം പോലും ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് ഗുണപ്രദമായ ഒരു കാര്യം ചെയ്താൽ അത് ദോഷപ്രദമായിട്ട് വന്ന് അവന് ചീത്തപ്പേരായിട്ട് വരും. അവനെ കൊണ്ടുപോയി കുടുക്കിച്ചടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങള്, സുഹൃത്ത് ബന്ധങ്ങള് ഒക്കെ വഷളാവും. കുടുംബത്ത് സമാധാനമില്ലാതെ വരും. ഇവയൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ സ്വദേശം വിട്ട് ജോലി ചെയ്യാനോ ഒക്കെ ഈ കാലഘട്ടത്തിൽ സാധിക്കും. അതിനൊന്നും യാതൊരു കുഴപ്പം വരില്ല. ഇനി നമുക്ക് 4-ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഈ 4-ൽ കൂടി സഞ്ചരിക്കുന്നത്. ആദ്യത്തെ കണ്ടഭാവമായ 4-ൽ കൂടി സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇതൊക്കെ. നമുക്ക് അടുത്ത കണ്ടഭാവമായ 7-ൽ കൂടി സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. അതായത് ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് രണ്ടാമത്തെ കണ്ടകമായ 7-ൽ കൂടി സഞ്ചരിക്കുന്നത്. 3-ാമത്തെ കണ്ടകസ്ഥാനമായ ശനി 10-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് നോക്കാം. ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരം വരെ എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പൊ പൊതുവെ ഇവർക്കൊക്കെ ഈ ശനിയുടെ ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണിത്. ഇനി ഈ ശനി വക്രഗതിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ശനിയുടെ ദോഷഫലങ്ങൾ മാറി ഒരു പരിധി വരെ ഒരു ശുഭഗ്രഹം തരുന്ന രീതിയിൽ ഈ ശനി ഗുണഫലങ്ങൾ തരാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ ശനി സ്വക്ഷേത്രമാണ് ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല അതിന്റെ മൂലക്ഷേത്രമാണ്. മൂലക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശനിക്ക് വിശേഷമാണ്. ശനിക്ക് മാത്രമല്ല എല്ലാ നക്ഷത്രങ്ങൾക്കും വിശേഷപ്പെട്ട സ്ഥലമാണ് മൂലക്ഷേത്രം. അപ്പൊ ശനി വക്രഗതിയിൽ മൂലക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങും. അതായത് തൊഴിൽ അഭിവൃദ്ധി, ധനം വന്നു ചേരുക, കടബാധ്യതകൾ കുറെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കുക, വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ പഠനത്തിൽ മികവ് കാണിക്കുക, അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണമൊക്കെ നമുക്ക് വീണ്ടും ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സന്താനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വിവാഹം നടക്കാൻ കണ്ടശനി തടസ്സമല്ലെങ്കിൽ പോലും ഈ സമയത്ത് വിവാഹം ആലോചിച്ചാൽ നല്ല മെച്ചപ്പെട്ട വിവാഹ ബന്ധങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇവരുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് യോജിപ്പായിട്ട്, സഹോദരങ്ങളായിട്ട് യോജിപ്പ്, കുടുംബത്ത് മൊത്തം സമാധാനം, അഭിവൃദ്ധിയൊക്കെ വന്നു വരും. അതായത് വീട്ടിലൊക്കെ ആ ഒരു ഐശ്വര്യമൊക്കെ വന്നു ചേർന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതാണ് പൊതുവെ കണ്ടശനിക്കാരുടെ കാലഘട്ടം. ഇനി നമുക്ക് ഏഴരശനി നക്ഷത്രങ്ങൾ കൂടി പരിശോധിച്ച് നോക്കാം. ഏഴരശനി അതായത് ശനി 12, ലഗ്നം 2 എന്നീ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഏഴരശനി കാലഘട്ടം എന്ന് പറയുന്നത്. മകരം, കുംഭം, മീനം എന്നീ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ ഏഴരശനി ദോഷം അനുഭവിക്കാൻ യോഗമുള്ളത്. അതുകൊണ്ട് ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ് ഇപ്പൊ നിലവില് ഏഴരശനി ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. അതായത് കണ്ടശനിക്ക് പറഞ്ഞ അതേ ദോഷഫലങ്ങൾ തന്നെയാണ് ഏകദേശം ഈ ഏഴരശനിക്കാരും അനുഭവിക്കാൻ യോഗ്യരാണ്. അതായത് അതിന്റെ ഫലങ്ങൾ ഏകദേശം
ഒരേപോലെ ആയിരിക്കും വരിക. അപ്പൊ ഈ ശനി വക്രഗതിയെ പ്രാപിക്കുമ്പോൾ മേൽപ്പറഞ്ഞ പോലെ, അതായത് കണ്ടശനിക്കാർക്ക് ദോഷം കുറഞ്ഞു വരുന്ന പോലെ ഏഴര ശനിക്കാർക്കും പ്രായേണ ദോഷം കുറഞ്ഞ് അനുകൂല കാലഘട്ടം വന്നു ചേരും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ശനി ഭഗവാന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴിപാടുകൾക്കൊന്നും മുടക്കം വരുത്തരുത്. ചുരുങ്ങിയ പക്ഷം ശനിയാഴ്ച തോറും ഒരു എള്ള് തിരിയെങ്കിലും ശനി ഭഗവാന് കത്തിക്കുക. പിന്നെ പക്കപ്പിറന്നാൾ തോറും ഒരു എള്ളു പായസം കഴിക്കുക. പിന്നെ പക്കപ്പിറന്നാൾ തോറും ശിവങ്കല 108 ഗോളത്തില മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മുൻവിളക്ക്, പിൻവിളക്ക്, പിന്നെ ഒരു ധാര, ഇവ കഴിക്കുക. ഇവയൊക്കെ ചെയ്താൽ ഇവർക്ക് ഈ ദോഷങ്ങളൊക്കെ മാറി വളരെ അനുകൂല കാലഘട്ടമായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.